കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാത്തിയ ചെടീൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു കലാത്തിയ ചെടിയാണ്. ആദ്യം നമ്മളെടുത്ത് ആകെ ഒരു തൈ മാത്രമായിരുന്നു ഇതിൻ്റെ ഉണ്ടായിരുന്നത്. ഇപ്പം നന്നായിട്ട് ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വലിയ ഒരു പോട്ട് തന്നെയായിരുന്നു ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുമ്പോൾ നല്ലൊരു വേറൊരു ഷെയ്ഡിലാണ് ഇതിൻ്റെ കളറ് വരുന്നത്. ഒരു ഡാർക്ക് ലാവൻഡർ കളർ എന്നൊക്കെ പറയാം. ഇതിനൊരു വൈറ്റ് കളറിലുള്ള പൂവുണ്ട്. പൂവിനേക്കാൾ ഭംഗി ഇതിൻ്റെ ഒരു ഇലക്കാണ്. അപ്പോൾ നമ്മൾ പൂവായി കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് മുരടിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത്രയും തൈകളൊക്കെ വന്ന് അതിനെ റീപോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് വേറൊരു തരം കലാത്തിയാണ്. നമ്മളൊരു ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ അവിടുന്ന് മേടിച്ചതായിരുന്നു. നല്ലൊരു ലൈറ്റ് ഗ്രീനിലാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ബാക്കിൽ നേരത്തെ പോലെ തന്നെ ഒരു പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക് കളറൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ്. കലാത്തിയേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ അതിൻ്റെ ഒരു ലീഫാണ്. ആ ഒരു കളർ വേരിയേഷൻസിലാണ്, പല കളർ വേരിയേഷൻസിലുമാണ് ഈ കലാത്തിയേൻ്റെ ലീഫൊക്കെ വരുന്നത്. നമുക്ക് കലാത്തിയേൻ്റെ വേറെ ഒരു ചെടിയാണ് കലാത്തിയ പിൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ്. നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ നടുവ് കൂടെ വരുന്നത്. ചില ലീഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പിങ്ക് കളറിലും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ചെടി നോക്കിക്കഴിഞ്ഞാൽ നല്ല പിങ്ക് കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നമ്മളൊരു പോട്ടിൽ നിന്ന് തന്നെ ചകിരിത്തണ്ടിൽ നിന്ന് പുതുതായിട്ട് ഉണ്ടായി വന്നതാണ്. ഇതിന് നമുക്കൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കണമെന്ന്. ഇത് കൂടാതെ തന്നെ നമുക്ക് പിൻട്രസ്റ്റിൽ കലാത്തിയ പിൻട്രസ്റ്റിൽ വരുന്ന തന്നെയാണ് ഈ ചെടിയും. ഒരുപാട് ലീഫ് ഉണ്ടായിരുന്നു. മുന്നേ നമുക്കിത് ഒരുപാട് ഉണ്ടായി, ഇലയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉണങ്ങിയ ഇലയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായി വന്നാണ് ഒരുപാട് ഇലകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡാർക്ക് പിങ്ക്, അതുപോലെ തന്നെ ഒരു ഗ്രേപ്സിൻ്റെ ഒക്കെ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നമ്മളൊരു പോട്ടിലായിരുന്നു ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ താഴെ വെച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിറച്ചു ഇലകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. നല്ലൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ വേണം ഈ കലാത്തിയ പ്ലാന്റ് നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മൾ വേനൽക്കാലത്തായിരുന്നു ഇതിൻ്റെ ലീഫുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല വെയിലത്ത് ലീഫുകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴയായി വന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് ലീഫുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കലാത്തിയ പിൻട്രസ്റ്റിൽ വരുന്ന ചെടികളാണ്. ചിലത് നോക്കിയാൽ നമുക്കറിയാം ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ലൈൻസാണ് ഇലയിൽ വരുന്നത്. എന്നാൽ ചില ലീവ്സിൽ നമുക്ക് നോക്കിയാൽ കാണാം നല്ല പിങ്ക് കളർ വരുന്നുണ്ട്. പിങ്ക് കളർ വരുന്നതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ കലാത്തിയ സെബ്രിയാണ്. പണ്ട് മുതലേ എല്ലാവരുടെ വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഭയങ്കരമായിരുന്നു. പക്ഷേ പിന്നീട് അതില്ലാതിരിക്കുകയും പിന്നെ ഇപ്പോൾ ഈ ഒരു ചെടികളുടെയൊക്കെ ട്രെൻഡായ സമയത്ത് കലാത്തിയ സെബ്രിയ ഭയങ്കര ട്രെൻഡിങ് ആണ്. നല്ലൊരു വെൽവെറ്റ് പോലത്തെ ഒരു അപ്പിയറൻസാണ് ഇതിൻ്റെ ലീഫിനുള്ളത്. നല്ല ലൈറ്റും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇതൊക്കെ നമ്മൾ വീടിൻ്റെ സൈഡിലായിട്ടാണ്, അതായത് ഇപ്പം നമ്മൾ സൺഷെയ്ഡിൻ്റെ ഒക്കെ സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ നല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വളങ്ങളൊന്നും വേണ്ട. ഓവർ ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മിതമായ രീതിയിലുള്ള അതുപോലത്തെ വെള്ളമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു പോട്ടാണ് നമ്മൾ ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പോട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഹോൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ചെടിയിൽ വെള്ളം കെട്ടി നിന്നിട്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കലാത്തിയ ചെടികൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും വേണ്ടാത്ത ചെടിയാണ്. പോട്ട് നോക്കി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചെടിയാണ്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഹോളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി പോട്ട് മിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴയ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കലാത്തിയ പിൻട്രസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫ് നോക്കിയാലും കാണാം പിങ്ക് കളറിലുള്ള സ്ട്രൈപ്സാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പോട്ടിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ചെടി കഷ്ണമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാക്കി മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കി നമ്മൾ മണ്ണിട്ടിട്ട് നല്ല പോട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കലാത്തിയേൻ്റെ റീപോട്ടിംഗ് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പ്ലാന്റ് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെച്ച് നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റും കൂടിയാണ് കലാത്തിയ എന്ന് പറയുന്നത്. ഇലകളുടെ ഭംഗി കൊണ്ട് തന്നെയാണ് ഈ ചെടി നമ്മൾ കൂടുതലും എല്ലാവരും വളർത്തി വരുന്നത്. അപ്പം
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ കലാത്തിയൻ്റെ ടൈപ്പും വെറൈറ്റിയും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാർക്ക്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.